സാർ നമസ്കാരം. നമസ്കാരം. കേരളം കണ്ട അദ്വിതീയനായ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ ആദർശധീരനായ നേതാവ്, 13 വയസ്സിൽ ചെങ്കൊടി കയ്യിലേന്തിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക സമരം അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച നേതാവ്. അന്നു മുതൽ മരിക്കുന്നതിന് 1 വർഷം മുമ്പ് വരെ കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിപികളാൽ കൊത്തിവയ്ക്കപ്പെടേണ്ട ഒരു പേര് വി എസ് എന്ന രണ്ടക്ഷരത്തിൻ്റെ പിറകിൽ മുഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ചിരിച്ചു നിൽക്കുന്ന സമര വിപ്ലവ വീര്യത്തിൻ്റെ നായകൻ. വി എസിന് ഒരു സ്മാരകം വേറിട്ട ആവശ്യമില്ല. ഇന്നും വി എസിനെ കുറിച്ച് പറയുമ്പോൾ ജനഹൃദയത്തിൽ വി എസ് ഉണ്ട്. അതുതന്നെയാണ് വി എസിൻ്റെ യഥാർത്ഥ സ്മാരകം. എന്നാൽ ഇന്ന് 21-ാം തീയതി വി എസ് വിട പറഞ്ഞിട്ട് 1 വർഷം തികയുന്ന ദിവസം. CPM-ൻ്റെ അമരക്കാർ വി എസ് വിട പറഞ്ഞ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം പുന്നപ്ര വയലാർ സ്മൃതി മണ്ഡപത്തോടനുബന്ധിച്ച് ഉയർത്തുമെന്നും തിരുവനന്തപുരത്തും സ്മാരകം പണിയുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നാളിതുവരെയും ചില കൂടിയാലോചനകൾ നടന്നു എന്നല്ലാതെ സ്മാരക മന്ദിരത്തെക്കുറിച്ചോ സ്മാരകത്തെക്കുറിച്ചോ പിന്നീട് നാം ഒന്നും കേട്ടില്ല. വി എസ് അച്യുതാനന്ദന് പത്മപുരസ്കാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴും അതിന് തടയിടുന്ന തരത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ടായത്. അവിടെയും വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ അമരനാക്കാൻ, ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ വി എസിന് ഉചിതമായൊരു സ്മാരകം ഉയർത്താൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ വി എസ് അച്യുതാനന്ദൻ്റെ ആലപ്പുഴയിലുള്ള വേലിക്കകത്ത് വീട്ടിൽ ഇന്ന് അദ്ദേഹത്തിന് സമുചിതമായൊരു സ്മാരകം സ്വന്തം വീട്ടുകാർ ഒരുക്കിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും ചേർന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നു. കാനായി ഉണ്ണി എന്ന ശില്പി രൂപകൽപ്പന ചെയ്ത വി എസിൻ്റെ അർദ്ധകായ പ്രതിമ അവിടെ അനാച്ഛാദനം ചെയ്യപ്പെടുമ്പോൾ തൊട്ട് കുറച്ചപ്പുറത്തായി പുന്നപ്ര വയലാർ സമരഭൂമി, അതിൻ്റെ സ്മാരക ഭൂമിയിൽ നിന്നും ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. ഒരുപക്ഷെ ഇനി വരുന്ന നാളുകളിൽ പുന്നപ്ര വയലാർ ബലികുടീരത്തേക്കാൾ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്മാരക മന്ദിരമായി വി എസിൻ്റെ വേലിക്കകത്ത് വീട്ടിലെ സ്മാരകം മാറും എന്നുള്ളതിന് യാതൊരു തർക്കമില്ല. അല്ലെങ്കിൽ ആ നിലവാരത്തിലേക്ക് അത് ഉയരും എന്നുള്ളതിന് സംശയമില്ല. സാർ, ഇവിടെ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്, വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തിയുമായി, എന്ന രാഷ്ട്രീയ നേതാവുമായി വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്ന അങ്ങേക്ക് ഇന്നിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു സ്മാരകത്തിൻ്റെ കാര്യത്തിൽ പോലും വി എസിനെ വെട്ടിയൊതുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ വി എസിന് അനുകൂലമായ ഒന്നൊരു അച്ചടിച്ച ലേഖനം പോലും പ്രസിദ്ധീകരിക്കാൻ സമ്മതിക്കാതെ വി എസ് എന്ന രണ്ടക്ഷരത്തെ, ആ രണ്ടക്ഷരത്തിൽ പിന്നിൽ ഒളിയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മുഖത്തെയും ഓർമ്മയിലെയും ഇവർ ഇത്ര കണ്ട് ഭയക്കുന്നത് എന്തിനാണ്? വി എസിനോട് കാണിക്കുന്ന ഈ നീതികേട് ഇനിയും CPM-ന് അവസാനിപ്പിക്കാറായില്ലേ എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ CPM-ൻ്റെ ഉള്ളിൽ ഇടതുപക്ഷ ലോബിയും വലതുപക്ഷ ലോബിയും തമ്മിലുള്ള പോരാട്ടം നടക്കുകയായിരുന്നു. വലതുപക്ഷ ലോബിയുടെ വക്താവ് എന്ന് പറയുന്നത് പിണറായി വിജയനും, ഇടതുപക്ഷ ലോബിയുടെ വക്താവ് എന്ന് പറയുന്നത് സാധാരണ പട്ടിണിപ്പാവങ്ങളുടെയും കർഷകരുടെയും അതേപോലെ തൊഴിലാളികളുടെയും വക്താവായി, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളായി വി എസ് അച്യുതാനന്ദനും എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. CPM-ലെ അഴിമതിക്കാരായ അതിലെ നേതാക്കന്മാർക്കെതിരെ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ച ആളാണ് വി എസ് അച്യുതാനന്ദൻ. അവിടെ മാത്രമല്ല, സമൂഹത്തിലെ അനീതിക്കും അഴിമതിക്കുമെതിരെ, അതേപോലെ എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള വിധ്വംസ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം 2001 മുതൽ 2016 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണ് അദ്ദേഹം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ അനധികൃതമായി കയ്യേറ്റ ഭൂമികളും അതേപോലെയുള്ള പെൺവാണിഭക്കാർക്കെതിരെയും തൻ്റെ ശക്തമായ നിലപാടെടുത്തു. അതേപോലെ അഴിമതിക്കെതിരെ ശരിക്കുള്ള പോരാട്ടം തെരുവിലേക്ക് ഇറക്കി വിട്ടത്. ഈ സന്ദർഭത്തിലാണ് 2005 കാലഘട്ടത്തിൽ അദ്ദേഹം പാർട്ടിക്ക് അനഭിമതനാവുന്നത്. 2005 ലാവ്ലിൻ കേസ് ലാവ്ലിൻ കേസ് ക്രൈം വാരിക പുറത്തു കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെ ഗ്രൂപ്പ് വി എസ് അച്യുതാനന്ദൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് നീക്കം നടത്തിയത്. നമുക്കറിയാം, പിണറായി വിജയന് 2006 ഇലക്ഷനിൽ അദ്ദേഹത്തിന് ആദ്യം വി എസ് അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കാരണം അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. അതിന് കാരണം 2005 സെപ്റ്റംബർ മാസത്തിൽ ഞാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഫയൽ ചെയ്ത കേസാണ്, ലാവ്ലിൻ കേസാണ് അതിന് കാരണം.
പിണറായി വിജയൻ ആ സമയമാകുമ്പോഴത്തേക്കും ശക്തനായി തീർന്നിരുന്നു. 1998 വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന പിണറായി വിജയനെ തൻ്റെ ആളായി കണ്ടുകൊണ്ട് PS അച്യുതാനന്ദൻ ചടയം ഗോവിന്ദൻ്റെ മരണത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയാക്കി മാറ്റുന്നത്. അന്ന് VS അച്യുതാനന്ദൻ അത്രയും ശക്തനായിരുന്നു. 1996 സുശീല ഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പകരം VS അച്യുതാനന്ദനെ മാരാരിക്കുളത്ത് അട്ടിമറി പരാജയം ഉണ്ടാക്കി കൊടുത്ത CAT ലോബിക്കെതിരെ അദ്ദേഹം പ്രവർത്തിക്കുകയും EK നായനാരെ മുഖ്യമന്ത്രിയാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ EK നായനാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. കാരണം അന്ന് സുശീല ഗോപാലനായിരുന്നു ശരിക്കും മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നത്. എന്നാൽ CAT ലോബിയുടെ വക്താവായ സുശീല ഗോപാലിനെ അമ്പലപ്പുഴയിൽ നിന്ന് ജയിപ്പിച്ചെങ്കിലും മാരാരിക്കുളത്ത് നിന്ന് CAT ലോബി തോൽപ്പിച്ചത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പിന്നീട് പാർട്ടി സെക്രട്ടറിയായി നമ്മുടെ പിണറായി വിജയനെയാണ് കൊണ്ടുവന്നത്. അങ്ങനെ ചടയം ഗോവിന്ദന് ശേഷം പിണറായി വിജയൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി വന്നത്. ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാണ് പിന്നീട് കണ്ടത്. ആദ്യം VS അച്യുതാനന്ദനെ ചവിട്ടുകയായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹത്തിന് യാതൊരു തരത്തിലും വില കൊടുക്കാതെ പിന്നീട് പാർട്ടിയെ അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുകയും പിന്നീട് 2005 മലപ്പുറം സമ്മേളനം നടക്കുമ്പോൾ VS അച്യുതാനന്ദൻ ഗ്രൂപ്പിനെ കംപ്ലീറ്റ് വെട്ടിമാറ്റുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. എന്നാൽ ലാവ്ലിൻ കേസ് ഞാൻ ഫയൽ ചെയ്തപ്പോൾ എനിക്ക് അതിലേക്ക് ആവശ്യമായ രേഖകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ഈ ബാലാനന്ദനായിരുന്നു എനിക്ക് ഈ രേഖകളെല്ലാം തന്നിരുന്നത്. എന്നാൽ ആ രേഖകളെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് VS അച്യുതാനന്ദനാണ് എന്നെ വിളിച്ച് CBI അന്വേഷണം കൊടുക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ CBI അന്വേഷണത്തിന് ആവശ്യമായ രേഖകളടക്കം എനിക്ക് എത്തിച്ചു തന്നത്. ആ രേഖകൾ ഫയൽ ചെയ്തോടുകൂടി കിട്ടിയോടുകൂടിയിട്ടാണ് എനിക്ക് ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ ഇതിൽ മുഖ്യപ്രതിയാണെന്നുള്ള തെളിവുള്ള രേഖകൾ ഹാജരാക്കാനും അതുവഴി CBI അന്വേഷണം ഡിക്ലെയർ ചെയ്യാനും കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ശക്തനായെങ്കിലും 1998 അദ്ദേഹം ശക്തനായി സംസ്ഥാന സെക്രട്ടറി ആവുകയും പിന്നീട് 2005 വീണ്ടും അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുത്ത് അദ്ദേഹം ഏറ്റവും ശക്തനായി പാർട്ടിയിൽ അദ്ദേഹത്തിന് ആധിപത്യമായിരുന്നു. പിടിമുറുക്കി VS അച്യുതാനന്ദനെയൊക്കെ വെട്ടിമാറ്റി, VS അച്യുതാനന്ദൻ്റെ ആൾക്കാരൊക്കെ വെട്ടിമാറ്റി. അങ്ങനെ അദ്ദേഹം പിടിമുറുക്കിയതോടുകൂടി പക്ഷേ അദ്ദേഹത്തിന് ഈ ലാവ്ലിൻ കേസ് വന്നതോടുകൂടിയിട്ട് അദ്ദേഹത്തിന് യാതൊരു തരത്തിലും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തെ ക്ലെയിം ചെയ്യാനോ ഇലക്ഷൻ നിൽക്കാനോ ഉള്ള സാധ്യതകൾ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് 2006 അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റാതെ വന്നത്. VS അച്യുതാനന്ദൻ ശക്തനാവുകയും ചെയ്യുന്നത്. അങ്ങനെ VS അച്യുതാനന്ദൻ 2006 മുഖ്യമന്ത്രിയായി. എന്നാൽ 2006 മുഖ്യമന്ത്രി ആയെങ്കിലും അദ്ദേഹത്തിന് ശരിയായ വിധത്തിൽ ഭരിക്കാൻ പിണറായി വിജയൻ സമ്മതിച്ചില്ല. കോടിയേരി ബാലകൃഷ്ണനെ ആഭ്യന്തരമന്ത്രിയാക്കി. അതോടൊപ്പം പാർട്ടിയുടെ ഓരോ മന്ത്രിമാരെയും തങ്ങളുടെ പാർട്ടിയുടെ പറയുന്നതനുസരിച്ച് നീങ്ങുന്ന ആളാക്കി മാറ്റി. ഒരു തരത്തിലും പാർട്ടി പറയുന്നതിൽ അപ്പുറത്തേക്ക് നീങ്ങാൻ പറ്റാതെയായി. അങ്ങനെ കേരളത്തിൽ ഒരു ജനകീയ ഭരണത്തെ അട്ടിമറിക്കാനും പിണറായി വിജയന് കഴിഞ്ഞു. പിന്നീടാണ് നമ്മുടെ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വരുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്ന ശേഷം അതിനെ അട്ടിമറിച്ചുകൊണ്ട് പിണറായി വിജയൻ സരിതാ നായരെ ഒന്ന് ഇടപെട്ട് സംസാരിക്കുകയാണെന്ന് ധരിക്കരുത്. ഈ VS അച്യുതാനന്ദൻ അന്ന് കൃത്യമായ രീതിയിൽ ഭരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും CPM-ന് രണ്ടാമതൊരു ഭരണം കൂടി കിട്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്ന്. തീർച്ചയായിട്ടും. എന്നിട്ടും ഇത്രയും അട്ടിമറി ഉണ്ടായിട്ടും 71 സീറ്റ് മാത്രമാണ് UDF-ന് കിട്ടിയെന്ന് ഓർക്കണം. വെറും 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് പറഞ്ഞത്. അതിന് കാരണം VS അച്യുതാനന്ദനെ ശരിയായ വിധത്തിൽ ഭരിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സാധാരണ ഒരു ഭരണം വന്നാൽ അടുത്ത ഭരണം മാറും. UDF ആണ്, അടുത്ത LDF ആണ്. പക്ഷേ ഇവിടെ LDF-ന് അതേപോലെ തന്നെ ശക്തമായ പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടി. പക്ഷേ അദ്ദേഹത്തിന് തുടർന്ന് ഭരിക്കാൻ പറ്റാതെ വന്നതിന് കാരണം പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള അട്ടിമറി ശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ്. പിന്നീട് 2016 അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ട് തെരുവിലിറക്കിയെങ്കിലും അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വേണ്ടി നാടുകളെ കൊണ്ടു നടന്ന് ജനക്കൂട്ടത്തെ ആകർഷിച്ച് എങ്കിലും പിണറായി വിജയന് CPM-ന് LDF-ന് ശക്തമായ ഭൂരിപക്ഷം കിട്ടിയോടെ പിണറായി വിജയൻ VS അച്ഛനെ വെട്ടിമാറ്റി പറഞ്ഞതെല്ലാം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി ഒരു 2 വർഷം നിലനിർത്തുമെന്നൊക്കെയായിരുന്നു വാഗ്ദാനം കൊടുത്തിരുന്നത്. അതെല്ലാം കാറ്റിൽ പറത്തി. പിന്നെ പിണറായി വിജയൻ്റെ ഭരണമാണ് വന്നത്. 2016 മുതൽ 2021 വരെയുള്ള ഭരണം നമുക്കറിയാം. VS അച്യുതാനന്ദന് യാതൊരു തര വില കൊടുത്തില്ല. അങ്ങനെ VS അച്യുതാനന്ദനെ എല്ലാ തരത്തിലും ഒരു സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും അദ്ദേഹം ഉണ്ടായിക്കൊണ്ടുവന്ന ജനകീയ പിന്തുണ അതില്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ എത്ര ജനപിന്തുണ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും 100 ഇരട്ടി ശക്തിയിൽ VS അച്യുതാനന്ദൻ്റെ ഇമേജ് വളർന്നു എന്നല്ലാതെ വേറെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല.
ഇപ്പോഴും വി എസ് അച്യുതാനന്ദനുള്ള പിന്തുണ പിണറായി വിജയൻ ഇല്ല എന്നുള്ള കാര്യം സത്യമാണ്. 2021 കിറ്റും പെൻഷനും കൊടുത്തിട്ടാണ് അധികാരത്തിൽ വന്നതെങ്കിൽ 2016 അങ്ങനെയല്ല, വി എസ് അച്യുതാനന്ദനെ മുന്നിൽ കാണിച്ചിട്ടാണ് ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള വി എസ് അച്യുതാനന്ദനോട് കടുത്ത പ്രതിഷേധമുണ്ടാവാൻ കാരണം ലാവ്ലിൻ കേസിൽ എന്നെ സഹായിച്ചു. ലാവ്ലിൻ കേസിൽ അദ്ദേഹം തുറന്ന സമീപനം എടുത്തു, പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തെഴുതി, മാത്രമല്ല CBIക്ക് എല്ലാ തെളിവുകളും കൊടുക്കാൻ സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് അഴിമതിക്കെതിരെ കുരിശുദ്ധം ചെയ്യുന്ന വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം പിണറായി അഴിമതി നടത്തിയാലും അതിന് കൂട്ടു നിൽക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ് എന്നെക്കൊണ്ട് ലാവ്ലിൻ കേസിൽ CBI അന്വേഷണത്തിന് ഹർജി കൊടുപ്പിച്ചതും അതിന് പോരാട്ടത്തിന് ആവശ്യമായ രേഖകൾ എത്തിച്ചു തന്നതും. അതിലുപരിയായിട്ട് എനിക്ക് പല സന്ദർഭങ്ങളിലും എന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയതും എല്ലാം ഞാൻ ഓർക്കുകയാണ്. കാരണം ഈ 2016 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ലാവ്ലിൻ കേസിൻ്റെ ഏറ്റവും കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു സമയമായിരുന്നു. 2009 കുറ്റപത്രം സമർപ്പിക്കുന്നത്, 2007 അത് ഡിക്ലെയർ ചെയ്യുന്നത്, CBI അന്വേഷണത്തിന് ഡിക്ലെയർ ചെയ്യുന്ന ഹൈക്കോടതി. അതിനുശേഷം 2009 കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിലൊക്കെ തന്നെ എനിക്ക് വധഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കി, പിണറായി വിജയനിൽ നിന്നും വധഭീഷണി ഉണ്ടെന്ന് മനസ്സിലാക്കി എന്നെ ചില പോലീസ് ഓഫീസർമാർ വിളിക്കുകയും ഇന്ന സ്ഥലത്തൂടെ പോകരുതെന്നും നന്ദകുമാർ ഞങ്ങളും കൂടെ അറിഞ്ഞിട്ട് മാത്രമേ യാത്ര പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ബന്ധപ്പെടുകയുണ്ടായി. എന്നോട് അന്നത്തെ എറണാകുളത്തെ കമ്മീഷണറായിരുന്ന ജോർജ്, AV ജോർജ് എന്നെ വിളിച്ചിരുന്നു. എന്നെ മുമ്പ് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതും AV ജോർജ് ആണെങ്കിലും ഞാൻ അദ്ദേഹവുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. അത് എറണാകുളത്ത് കമ്മീഷണറായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കർശനമായ നിർദ്ദേശം വി എസ് അച്യുതാനന്ദനിൽ നിന്ന് കിട്ടി. അത് പ്രകാരം എന്നെ വിളിക്കുകയും നന്ദകുമാർ ഞങ്ങളെ ഒരു പ്രൊട്ടക്ഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ അതിനൊന്നും അവരുടെ പ്രൊട്ടക്ഷനൊന്നും ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. എനിക്ക് എൻ്റേതായ രീതിയുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അപകടമാണെന്ന് എനിക്കറിയാം. പിണറായി എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം എനിക്കെന്തും പറ്റിയാൽ പിണറായി വിജയനാണ് കുറ്റവാളി എന്ന് ഞാൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അപ്പോൾ അങ്ങനെയുള്ള പിണറായി വിജയന് അന്ന് മുതൽ ശക്തമായ രൂപത്തിൽ ഈ വി എസ് അച്യുതാനന്ദനോട് എതിർപ്പുണ്ടായിരുന്നു. മരിച്ചിട്ടും അത് തുടർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹത്തിനൊരു ശക്തമായ ഒരു സ്മാരകമുണ്ടാക്കിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നായകനായ CPMൻ്റെ ഏറ്റവും ശക്തനായ നേതാവായി 1964 പാർട്ടി പിളർന്ന ശേഷം അതിൽ ഇറങ്ങിപ്പോന്ന ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനം മരിച്ച വി എസ് അച്യുതാനന്ദനെ സ്മരിക്കേണ്ടത് കേരളത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള പ്രത്യേകിച്ചും പിണറായി വിജയനെ ഇത്തരത്തിൽ എത്തിച്ചു, CPMൻ്റെ സെക്രട്ടറി ആക്കിയതും ഭരണത്തിൽ എത്തിച്ചൊക്കെ തന്നെ അതിന് പ്രധാന പങ്ക് വി എസ് അച്യുതാനന്ദനെ നമുക്കറിയാം. അങ്ങനെയുള്ള വി എസ് അച്യുതാനന്ദനെ മറന്നുപോയി ഇന്ന് വേണ്ടത്ര രൂപത്തിലൊരു സ്മരണ പുതുക്കുകയോ ഒന്നും ഉണ്ടായില്ല. വലിയ ചുടുകാടിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകം പണിയുകയോ ചെയ്തില്ല. അദ്ദേഹം പുന്നപ്ര വയലാർ സമരത്തിലേർപ്പെട്ട് അദ്ദേഹം ഒളിവിൽ പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാലിൽ ബയനറ്റ് കൊണ്ട് കുത്തിക്കയറ്റി അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിച്ചത്. അത് നമ്മുടെ PC ജോർജ് കൃത്യമായി അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ആ കാലിലെ മുറിവൊന്ന് കാണട്ടെ സഖാവി എന്ന് ചോദിച്ചപ്പോൾ ആ കാലിലെ മുറിവ് കാണിച്ചു കൊടുക്കുന്ന ഒരു രംഗം ഹൃദയസ്പർശിയായി അദ്ദേഹം പറയുന്ന രംഗമുണ്ട്. അപ്പം ഇത്തരം എല്ലാ അനുഭവമുള്ള വി എസ് അച്യുതാനന്ദനെ എല്ലാ തരത്തിലും മരിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പ്രതികാരം തീർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് പിണറായി വിജയൻ ഇപ്പോഴും വി എസ് അച്യുതാനന്ദനോട് എല്ലാ തരത്തിലും പ്രതികാരത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിന് കൃത്യമായി സ്മാരകം പോലും ഇല്ലാതെ വന്നത് എന്നുള്ളതാണ് സത്യം. വേലിക്കകത്ത് ഈ ഒരു സ്മാരകം സ്വന്തം കുടുംബം തന്നെ നിർമ്മിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുമ്പോൾ ഇനി വരും കാലങ്ങളിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്മാരക കുടീരമായി ഇത് മാറാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും പുന്നപ്ര വയലാറിനേക്കാൾ കേരളത്തിൽ പ്രാധാന്യമുള്ള നേതാവും പ്രസ്ഥാനവുമായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ഒരു പ്രസ്ഥാനമായിരുന്നു അദ്ദേഹം. പുന്നപ്ര വയലാറിലെ നായകനായിരുന്നു. അതേസമയത്ത് കേരളത്തെ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നൽകിയ അങ്ങനെ ജനകീയ നേതാവായിരുന്നു. അങ്ങനെ ഒരു ജനകീയ നേതാവ് മറ്റൊരാളെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ പിണറായി വിജയനാകട്ടെ വിധ്വംസക പ്രവർത്തനങ്ങളുടെ മാഫിയ പ്രവർത്തനങ്ങളുടെ നേതാവ് എന്നുള്ള രൂപത്തിലാണ് അറിയപ്പെടുന്നത്. കേസുകൾ അട്ടിമറിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം പെരും കള്ളൻ തന്നെയാണ് സമൂഹത്തിൽ. എന്തായാലും വി എസ് അച്യുതാനന്ദൻ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ചരിത്രത്തിലെ നായകനായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മാരകം നാളെ
ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അതായിരിക്കും പിന്നീട് നാളെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്മാരകമായി അറിയപ്പെടുക എന്നുള്ളതായിരിക്കും വരാൻ പോകുന്നത്.